ത്രിരാഷ്ട്ര ടൂർണമെന്റിൽ ശ്രീലങ്ക എ ടീമിനെ 66 റൺസിന് തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ എ ടീം കിരീടമുയർത്തി. ഇന്ത്യൻ കൗമാര താരമായ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിംഗായിരുന്നു ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. വൈഭവിനെ കൂടാതെ ഇന്ത്യൻ ക്യാപ്റ്റൻ തിലകവർമ്മയുടെയും ഋതുരാജ് ഗെയ്ക്വാദിന്റെയും ബാറ്റിംഗും അവസാന ഓവറുകളിൽ നിഷാ സിദ്ധുവിന്റെയും വിബ്രജ് നിഗത്തിന്റെയും ചെറുപൂരവും കൂടെ ചേർന്നപ്പോൾ ഇന്ത്യ ആദ്യ ബാറ്റിംഗിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 377 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കയ്ക്ക് വേണ്ടി 2 ബാറ്റർമാർ അർദ്ധ സെഞ്ചുറി നേടി അവരെ കരകയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഇന്ത്യൻ ബൗളർമാർ അതിന് സമ്മതിച്ചില്ല. ശ്രീലങ്ക ബാറ്റിംഗ് നിരയെ 311 റൺസിനാണ് ഇന്ത്യ ഒതുക്കിയത്. യാഷ് താക്കൂറും വിബ്രജ് നിഗവും 3 വിക്കറ്റ് വീതം ഇന്ത്യക്ക് വേണ്ടി നേടിയപ്പോൾ അനുകുൽ റോയ് 2 വിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി നേടി. ഇതോടെ ലങ്കയുടെ കഥ കഴിഞ്ഞു. ഈ മത്സരത്തെ കണ്ടത് ഇന്ത്യൻ കൗമാര താരമായ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് വെടിക്കെട്ടായിരുന്നു. ടൂർണമെന്റിലെ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിരാശപ്പെടുത്തിയ വൈഭവ് ആ ഒരു കുറവ് ഈ ഒരു ഫൈനൽ മത്സരത്തിൽ നികത്തുന്ന കാഴ്ചയാണ് കണ്ടത്. 6 റൺസിനകലെ വൈഭവ് സൂര്യവംശിക്ക് സെഞ്ചുറി നഷ്ടമായെങ്കിലും വെറും 29 പന്തുകളിൽ 94 റൺസ് അടിച്ചുകൂട്ടിയാണ് വൈഭവ് മടങ്ങിയത്. 8 സിക്സറുകളും 10 ഫോറും അടങ്ങുന്ന ഈ ഒരു ഇന്നിംഗ്സിൽ റെക്കോർഡുകളും പിറന്നു. അതിവേഗം 11 പന്തുകളിൽ നിന്നും അർദ്ധ സെഞ്ചുറിയാണ് വൈഭവ് സൂര്യവംശി നേടിയത്. 5 ഫോറും 5 സിക്സും അടക്കം മിന്നൽ സെഞ്ചുറി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ എ ക്ലാസ് ക്രിക്കറ്റിൽ 12 പന്തുകളിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടിയ ശ്രീലങ്കൻ താരം കൗശല്യ വീരരത്നയുടെ റെക്കോർഡിനെയാണ് അതേ മണ്ണിൽ വെച്ച് തന്നെ വൈഭവ് സൂര്യവംശി പഴങ്കഥയാക്കി മാറ്റിയത്. എക്സ്ട്രാ കവറിന് മുകളിലൂടെ വൈഭവ് പായിച്ച ഓരോ ഷോട്ടുകളും ഇന്ത്യൻ ക്രിക്കറ്റിലെ മികച്ച പ്രതിഭയെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഷോട്ടുകൾ തന്നെയായിരുന്നു.